പറഞ്ഞോട്ടെ, മഹാത്മാഗാന്ധി പൂന പാക്റ്റിൽ പറഞ്ഞത് എന്റെ ശവശരീരത്തിന്റെ മുകളിൽ ചവിട്ടി മാത്രമേ നിങ്ങൾ ഹിന്ദുക്കളെ വിഭജിക്കാനാകൂ, എന്റെ മൃതശരീരത്തിന് മേലിൽ കൂടെ നിങ്ങൾ ഹിന്ദുക്കളെ വിഭജിക്കുന്നു എന്ന് പറഞ്ഞാണ് ഗാന്ധിജി പൂന പാക്റ്റിന് വേണ്ടി പട്ടിണി കിടന്നത്. ഒരു സമുദായത്തിന് യോജിപ്പ് വേണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്ക് യോജിപ്പുണ്ട്, നന്മയുണ്ട്, അതിനെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അത്തരത്തിലുള്ള യോജിപ്പ് വേണം, ഐക്യം വേണം, പരസ്പര സഹായം വേണം, ആത്മീയ പഠനം വേണം. ഞങ്ങളുടെ ഇടയിൽ ആത്മഹത്യ, മദ്യപാനം, മയക്കുമരുന്ന്, കുടുംബഛിദ്രം, പ്രായമായവരുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടുതലാണ്. ഞങ്ങൾക്ക് ഐക്യമില്ല, വിഘടിച്ച് കിടക്കുകയാണ്. ഇത് മുസ്ലിങ്ങൾക്കെതിരെ യോജിക്കാനല്ല, ക്രിസ്ത്യാനികൾക്കെതിരെ അല്ല, പക്ഷെ ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സാമുദായികമായ ഒരു ഐക്യം ഉണ്ടാക്കണമെന്നുള്ളത് ഒരു ഗാന്ധിയൻ ദർശനമാണ്. പക്ഷെ അതിന് ഗോഡ്സെയുടെ വഴി ഉപയോഗിക്കരുത്, അതാണ് അതിലെ പോയിന്റ്. ഹിന്ദു ഐക്യം എന്നുള്ളത് ഗാന്ധിജിയുടെ ദർശനമാണ്, പക്ഷെ അതിന് ഗോഡ്സെയുടെ വഴി ഉപയോഗിക്കുന്നവരാണ് ഈ നാടിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ലക്ഷ്യം വേറെ, ഇതിന്റെ മാർഗം വേറെ. ഈ മാർഗം ചീത്തയാണ്, പക്ഷേ ഗാന്ധിജി മുമ്പോട്ട് വെച്ച ഹിന്ദു ഐക്യം എന്ന ആശയം പ്രസക്തമാണ്. ഈ ന്യൂവാൻസിൽ നിങ്ങൾ ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ വിഷയത്തെ സോൾവ് ചെയ്യാൻ കഴിയില്ല. കാര്യം ഇത് ഞങ്ങളുടെ മനസ്സിനെ ബാധിച്ചൊരു ക്യാൻസറാണ്. ഈ ക്യാൻസർ ഇതൊരു നാഗവല്ലിയാണ്, ബാധയാണ്. ഈ ബാധയെ ഒഴിപ്പിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇത് മറ്റൊരു രൂപത്തിൽ വരും, മറ്റൊരു കാലത്തിൽ വരും, മറ്റൊരു പേരിൽ വരും. അതുകൊണ്ട് ഇത് സെൻസിറ്റീവായ വിഷയമാണ്. ഗോപൻ സാർ അടക്കമുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നവർ ഇത് അഡ്രസ് ചെയ്യണം. ഇത് അഡ്രസ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണല്ലോ NSSനെയും SNDPയെയും KPMSനെയും അയ്യപ്പ സംഘത്തിന് വിളിക്കുന്നത്. അതായത് വോട്ടാണെങ്കിലും ഈ ഹിന്ദു വോട്ട് ബാങ്കുകളെ അഡ്രസ് ചെയ്യാനല്ലേ. അപ്പൊ ഹിന്ദുക്കൾക്ക് പ്രശ്നങ്ങളുണ്ടെന്നും ആ പ്രശ്നങ്ങളെ ജെനുവിൻലി അഡ്രസ് ചെയ്യും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതേപോലുള്ള ഗോഡ്സേവാദികൾ വളഞ്ഞു വഴി. ഷാബു പ്രസാദ്, എത്രയോ കാലമായിട്ട് ഇത്തരം വിഷയങ്ങൾക്കകത്തെല്ലാം രാഹുൽ ഈശ്വർ എടുക്കുന്ന ഒരു പൊസിഷൻ ഇതാണ്. എനിക്ക് സമ്പൂർണ്ണമായ വിയോജിപ്പ് അതിനകത്ത് പല മേഖലകളുണ്ട്. താങ്കളിത് കേൾക്കുന്നുണ്ടോ? അതായത് അപര ശത്രുത സൃഷ്ടിക്കപ്പെടുന്നതിന് ഇന്റേണൽ റീസൺസ് ഉണ്ട്, അത് പരിഹരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഈ പറയുന്ന സംഗതികളൊന്നും അല്ല വേണ്ടത് എന്ന് പറഞ്ഞ ഈ രാഹുലിന്റെ പോയിന്റ് എങ്ങനെ എടുക്കുന്നത്? രാഹുൽ ഈശ്വർ കുറെ കാലമായിട്ട് പറഞ്ഞു നടക്കുന്ന ഒരു നറേറ്റീവാണ്, ഞങ്ങൾ ഹിന്ദുക്കൾ, ഞങ്ങൾ എല്ലാവരും തമ്മിൽ തന്നെ നിൽക്കുന്നവരാണ്, ഞങ്ങൾക്ക് എപ്പോഴും അപ്പുറത്തൊരു പൊതുശത്രു വേണം. ഈ പൊതുശത്രുവിനെ കാണിച്ചുകൊണ്ട് ഒന്നിപ്പിക്കുക എന്നുള്ളത് ദുർബലന്റെ ഏർപ്പാടാണത്.